ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ എപ്പോഴും വെക്കാറുള്ളതാണല്ലേ ബീൻസ് മെഴുക്ക് പുരട്ടി. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീനും ബീൻസും കൂടിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെറൈറ്റി മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. ആദ്യം തന്നെ ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു സവാള എടുക്കുന്നുണ്ട്, പിന്നെ ഉണക്കച്ചെമ്മീൻ തലയും വാലും ഒക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മെഴുക്കുവരട്ടി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം കടുകിട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടിയ ശേഷം വറ്റൽ മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആദ്യം തന്നെ നമ്മൾ അതിലേക്ക് ഉണക്കച്ചെമ്മീനാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇനി ആ എണ്ണയിലിട്ട് ഉണക്കച്ചെമ്മീൻ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിട്ടുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ഉണക്കച്ചെമ്മീന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഉണക്കച്ചെമ്മീൻ ഒന്ന് എണ്ണയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ബീൻസും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ സവാള എടുത്തിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മൾ സവാളയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഈ ഒരു സമയം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇങ്ങനെ നമ്മൾ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മൂടി വെച്ച് കൊടുക്കുമ്പോഴേക്കും ആ ഒരു ആവി കൊണ്ട് നമ്മുടെ ബീൻസും ഒക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു മൂടി തുറന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അത് പെട്ടെന്നൊന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താണ് കേട്ടോ മൂടി വെക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച ശേഷം തുറന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ ആ ഒരു സവാളയും ബീൻസും ഉണക്കച്ചെമ്മീനും ഒക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് സമയം മാത്രം ആ എണ്ണയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ എണ്ണയിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉണക്കച്ചെമ്മീനൊക്കെ കിട്ടുമ്പോഴേക്കും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ റെസിപ്പി വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല യൂസ്ഫുൾ റെസിപ്പീസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.